ഹലോ ഫ്രണ്ട്സ്, പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ കേരളത്തിന് പുറത്തോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ്സ് എല്ലാം നിങ്ങൾ സെക്യൂർഡ് ആക്കി വെക്കേണ്ടതാണ്. കാരണം നമ്മളൊരു ഡിസംബർ ഓൺവേർഡ്സ് നമ്മൾ അഡ്മിഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ നല്ല കോളേജുകളിലെ സീറ്റ്സ് എല്ലാം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഓരോ ദിവസം പോകുന്തോറും നമ്മളുടെ ഫീസിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നേഴ്സിംഗ് ആണെങ്കിലും അലൈഡ് ഹെൽത്ത് സയൻസ് ആണെങ്കിലും ഓരോ കോളേജിനും ഒരു ലിമിറ്റഡ് സീറ്റ്സേ ഉണ്ടാവുള്ളൂ. ഇതിലെല്ലാം നമ്മൾ സീറ്റ്സ് ഫില്ലായി കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് സീറ്റ്സിലേക്കെല്ലാം ഇത് നല്ല ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഫീസിൽ ചേഞ്ചസ് വരുന്നതാണ്. ഒരു 25,000 മുതൽ ഒരു 1.5 lakh വരെ നമ്മളുടെ ഫീസിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ മാസം മെയ് 22-ാം തീയതിയാണ് നമ്മളുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കോളേജൊക്കെ പെട്ടെന്ന് തന്നെ സീറ്റ്സ് എല്ലാം ഫില്ലാവും. ഈ സമയത്ത് നിങ്ങൾ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടോപ്പ് കോളേജുകളിൽ അതേ സെയിം ഫീസിൽ തന്നെ ലോ കോളേജിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും. കാരണം ഓൾമോസ്റ്റ് എല്ലാ സീറ്റ്സും ഫില്ലായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ്സ് എല്ലാം നിങ്ങൾ സെക്യൂർ ആക്കി വെക്കുക. അതിന് ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ചില സ്റ്റുഡൻസ് കേരളത്തിൽ തന്നെ ആയിരിക്കും പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. ഇപ്പം നോർമലി നമ്മളൊരു ആഡ് ഓൺ കോഴ്സ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കോളേജിൽ നമ്മുടെ പ്രൊഫഷണൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 സീറ്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു 60 സീറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സ്റ്റുഡൻസിന് നമുക്ക് എടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ഏതാണോ കോഴ്സ് എടുക്കുന്നത്, ഇപ്പോൾ BBA ഏവിയേഷൻ ആവാം, അല്ലെങ്കിൽ BCA ആവാം, ഏത് കോഴ്സ് ആണെങ്കിലും ഏത് കോളേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ അവസരമുണ്ട്. നിങ്ങൾ റിസൾട്ടിനൊക്കെ ശേഷമാണ് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ അഡ്മിഷൻ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ് നിങ്ങൾക്ക് കിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ കേരളത്തിന് പുറത്തായ കർണാടക സ്റ്റേറ്റ് ആയാലും തമിഴ്നാട് സ്റ്റേറ്റ് ആയാലും ഇപ്പോൾ മൈസൂർ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ടോപ്പ് കോളേജുകളിൽ സീറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേഴ്സിംഗ് ആണെങ്കിലും അലൈഡ് ഹെൽത്ത് സയൻസ് ആണെങ്കിലും നമ്മൾ അലൈഡ് ഹെൽത്ത് സയൻസിനൊക്കെ ഒരു ടോട്ടൽ ഒരു കോളേജിൽ നമുക്ക് 10-20 സീറ്റിൻ്റെ ഇടയിലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ സീറ്റ് സെക്യൂർ ആക്കി വെക്കുക. നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് അത് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ, അതുപോലെ നിങ്ങൾക്ക് ഏത് കോളേജ് ചൂസ് ചെയ്യണം, നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന ഒരു കോഴ്സ് എടുത്തിട്ട് ഏത് കോളേജ് ചൂസ് ചെയ്യണം, ഏത് സ്ഥലത്ത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷൻസും നമ്മൾ മറുപടി തരുന്നതാണ്.